So I've taught people of different ages. രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 5 മണി വരെ ക്ലാസ്. ഐ ആം ലൈക്ക് വാട്ട്, ഇത്ര സമയം നിങ്ങളത് എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണോ? വർക്കിംഗ് ആയിട്ടുള്ള ആളാണെങ്കിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ പഠിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ഈ IELTS പ്രിപ്പറേഷനും കൂടെ കൊണ്ടുപോകാവുന്നതാണ്. ഒരു പ്രാവശ്യം എഴുതി എനിക്ക് ഇനി അത് എഴുതാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് അവർക്ക് എവിടെ മാർക്ക് കൂടുതൽ കിട്ടാം എന്നാണ് അവർ ആലോചിക്കുന്നത്. ആ സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട് മാത്രം. സോ വി ആർ പ്രൊവൈഡിങ് ദാറ്റ് ആസ് വെൽ. ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിലും ഇന്ത്യയിൽ നിന്നാണെങ്കിലും പുറത്തു പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റഡി അബ്രോഡ് ഒരു ട്രെൻഡ് ആവുന്നതിനനുസരിച്ചിട്ട് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്നതാണ് IELTS. സോ ഒരുപാട് സ്റ്റുഡൻസിന് IELTS ഒരു നൈറ്റ്മെയർ ആയിട്ട് കണ്ടിട്ടുണ്ട്. ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടും 2-3 തവണ എഴുതിയിട്ട് അത് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു എക്സാമിനെ പറ്റിയിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടും ലെറ്റ്സ് ഹിയർ ഫ്രം ദ എക്സ്പേർട്ട്. വി ഹാവ് വിത്ത് us ടുഡേ ഗീതു ഗോവിന്ദ്, ഹു ഹാസ് ബീൻ ആൻ എക്സ്പേർട്ട് ഫോർ ദ പാസ്റ്റ് 13 years. സോ ഹായ് ഗീതു. ഹായ് ശ്യാം. സോ എങ്ങനെയാണ് ഗീതുവിൻ്റെ ഒരു IELTSലേക്കുള്ള ഒരു ജേർണി എങ്ങനെയാണ്? ലൈക്ക് ഹൗ ഡിഡ് യു സ്റ്റാർട്ട് വിത്ത് ദ IELTS ട്രെയിനിങ്? Yeah, so I worked as an English teacher for quite some time, and I've also done IELTS as a part-time trainer in Bangalore. Okay. So I've been in this test prep industry for like somewhere about 12-13 years. Okay. So before that, I was in the corporate. I worked as a life cycle engineer. Okay. In Bangalore, we had a Rolls-Royce project. Later on, I worked as a technical writer. That also in Bangalore. So then we had some Bombardier project. And after that, I switched my career. I became a teacher. I worked in various international schools across Bangalore. So I'm primarily focused on Cambridge curriculum. And so I've taught people of, different ages. So initially, I've taught many children. So taught primary school, middle school, high school kids. Then later on, I started an institute for test prep in Bangalore. So yeah, I mean, I've worked with people of all ages. Okay. So for test prep, as you know, IELTS like, people in their 20s and 30s, 40s and even 50s. People are doing it, yeah. Yeah. So it's ഒരു വൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അല്ലേ? Right. സോ എങ്ങനെയാണ് ഗീതു അതിനെ നോക്കിക്കാണുന്നത്? പക്ഷേ ഇവിടെ കേരളത്തിലെ ഒരു സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IELTS ആക്ച്വലി പല പേർക്കും പല സ്റ്റുഡൻസിനും ഒരു ഇതിനെ പറ്റിയിട്ട് ഒരു പ്രോപ്പർ ഐഡിയ ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു നൈറ്റ്മെയർ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. സോ ഒരു ലെയിം ആൻഡ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ വാട്ട് എക്സാക്ട്ലി ഈസ് ദിസ് എക്സാം? ഈ IELTS എക്സാം എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? ഓക്കെ. സോ IELTS ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് എക്സാം ഒന്നും അല്ല. ഇപ്പം നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പല സബ്ജക്ട്സും നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതുന്ന പോലെ ഒരുപാട് പഠിച്ച് ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്ത് കാണാതെ പഠിച്ച് അങ്ങനെയൊന്നും എഴുതേണ്ട ഒരു പരീക്ഷയല്ല IELTS. IELTS ബേസിക്കലി ഈസ് എ ലാംഗ്വേജ് ഫ്ലുവൻസി ടെസ്റ്റ്. ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ആണ് അവർ അളക്കുന്നത്. അതായത് നിങ്ങൾക്ക് എത്ര നന്നായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ അറിയാം. ഇപ്പം അത് 4 മോഡ്യൂൾസ് ആണ്, 4 സ്കിൽസ് ആണ് അവർ നോക്കുന്നത്. ലിസ്ണിംഗ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്. ഇപ്പം ലിസ്ണിംഗ് ആണെങ്കിൽ ഇപ്പോൾ ഒരു നേറ്റീവ് സ്പീക്കർ നിങ്ങളോട് സംസാരിക്കുകയാണ്, ഒരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ റൈറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ലെറ്ററോ എസ്സേയോ ഒക്കെ എഴുതാൻ പറ്റുന്നുണ്ടോ, കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഐഡിയാസ് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ റൈറ്റിങ്ങിലൂടെ. റീഡിംഗ് ആണെങ്കിൽ നമുക്ക് വായിച്ചിട്ട് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട്, റീഡിംഗ് കോംപ്രിഹെൻഷൻ സ്കിൽസ്. പിന്നെ സ്പീക്കിംഗ്, അപ്പം നമ്മൾ എത്ര നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്. സോ ഈ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ്. നമ്മളുടെ സ്കോറിൽ നമ്മളുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയാണ് അവർ കാണിക്കുന്നത്. അതായത് നമ്മളൊരു ബിഗിനർ ലെവൽ യൂസർ ആണോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയോ, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയോ, ഒരു അഡ്വാൻസ്ഡ് ലെവലാണോ എന്നുള്ള രീതി. അതെ. ഓക്കെ, ഇത്രയാണ് IELTS എക്സാം ആക്ച്വലി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ കണ്ടുവരുന്ന ഒരു സിനാരിയോ എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻറ്റ് നമ്മളെ അടുത്തേക്ക് വരുന്ന അധിക സ്റ്റുഡൻസ് ഞാൻ കണ്ടിട്ടുള്ളത്, സാർ ഞാൻ IELTS ഒരു 2 മാസം എടുത്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ചോദിക്കും IELTS ക്ലാസ്സസ് എങ്ങനെയാണ്? രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 5 മണി വരെ ക്ലാസ്. ഐ ആം ലൈക്ക് വാട്ട്, ഇത്ര സമയം നിങ്ങളത് എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണോ? അല്ലെങ്കിൽ ഇത്ര അധികം ഒരു എഫേർട്ട് എടുക്കേണ്ടതുണ്ടോ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്? IELTSന് അത്രയും ഒരു എഫേർട്ടിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ആസ് ഐ സെഡ്, നമ്മളുടെ ലാംഗ്വേജ്, നമ്മളുടെ നിലവിലുള്ള ലാംഗ്വേജ് ഫ്ലുവൻസി എത്രയുണ്ട് എന്ന് അളക്കുന്ന ഒരു ടെസ്റ്റാണ്. അപ്പം ഇതിനെ 2 രീതിയിൽ നമുക്ക് നോക്കിക്കാണാം. ഒന്നില്ലെങ്കിൽ ഒരാൾക്ക് തീരെ ഇംഗ്ലീഷ് അറിയില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം ആൻഡ് അയാൾക്ക് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് ടെസ്റ്റിന് നല്ല അയാളുടെ നിലവിലുള്ള ഫ്ലുവൻസി കാണിക്കുന്ന ഒരു സ്കോർ തന്നെ കിട്ടണം.
ഇപ്പോൾ തീരെ ലാംഗ്വേജ് അറിയാത്ത ഒരാളാണെങ്കിൽ ലാംഗ്വേജ് പഠിക്കുക തന്നെ വേണം. ആൻഡ് ലാംഗ്വേജ് പഠിക്കുന്നത് വളരെ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് IELTS പഠിച്ചതുകൊണ്ട് ഒരാളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവില്ല, അല്ലെങ്കിൽ ഐ മീൻ അങ്ങനെ ഒരു ലാംഗ്വേജ് പഠിക്കുന്ന പോലെ പഠിച്ചിട്ട് കാര്യമില്ല അല്ലേ IELTS? അങ്ങനെയാണോ? അപ്പം ഇപ്പം ലാംഗ്വേജ് അറിയാത്ത ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾ സമയം എടുത്ത് ലാംഗ്വേജ് പഠിക്കേണ്ടി വരും. ഓക്കെ. ഇപ്പോൾ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഇപ്പം നമുക്കിപ്പോൾ IELTS ലെവലിൽ ഒരു ബാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റ് വരണമെങ്കിൽ നമുക്ക് കുറഞ്ഞതൊരു 3 മാസമെങ്കിലും പ്രിപ്പറേഷൻ വേണ്ടി വരും. അപ്പം ലാംഗ്വേജ് ഇപ്പോൾ ഏത് ലാംഗ്വേജ് നമ്മൾ പഠിച്ചാലും നമുക്ക് സമയം എടുക്കും. ഇപ്പം നമുക്കറിയാത്തൊരു ഭാഷ, ഫോർ എക്സാമ്പിൾ ഫ്രഞ്ച്, നമ്മൾ ഫ്രഞ്ച് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് ടേക്ക് ടൈം ഫോർ us. സോ ഇപ്പം IELTSൽ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ഒരു 6 months 1 year ഒക്കെ ലാംഗ്വേജ് പഠിക്കാൻ തന്നെ വേണ്ടി വരും. അത്യാവശ്യം ലാംഗ്വേജ് അറിയാവുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ജസ്റ്റ് ആ ടെസ്റ്റിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാണ് ആ ടെസ്റ്റിൽ പെർഫോം ചെയ്യേണ്ടത്. ഇപ്പം എക്സാമായിട്ട് നമ്മൾക്കൊരു ഫെമിലിയാരിറ്റി വേണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഈ സ്കിൽസ് അവിടെ തെളിയിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഒരു പെർഫോമൻസ് എൻഹാൻസ്മെൻറ്റ് ആൻഡ് പെർഫോമൻസ് ട്രെയിനിങ്, അങ്ങനെ ഒരു രീതിയിലായിരിക്കും ടെസ്റ്റ് പ്രെപ്പ് വരിക. മോറലെസ് പ്രാക്ടീസ് ആണ്, അങ്ങനെ വേണമെങ്കിൽ പ്രാക്ടീസ്. ഒരു പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് വേണം. ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ടും കൂടെ വേണം അല്ലേ? ദാറ്റ് ഈസ് വാട്ട് IELTS ക്രാക്ക് ചെയ്യാനുള്ള ഒരു നാക്ക് അതാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്ട്രാറ്റജി വേണം, ഇത്തിരി ഡിസിപ്ലിൻ വേണം, പ്രാക്ടീസ് ചെയ്യണം, പിന്നെ നമുക്ക് ഗൈഡൻസും വേണം, പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും വേണം. അപ്പോൾ ആരാണ് ആക്ച്വലി എക്സാം കണ്ടക്ട് ചെയ്യുന്നത്? ലൈക്ക് എങ്ങനെയായിരിക്കും, എത്ര പ്രാവശ്യം ഇത് എഴുതാൻ പറ്റും? അതൊക്കെ എപ്പോഴും കൺഫ്യൂസിങ് ആണ്. പല സ്റ്റുഡൻസ് വന്നിട്ട് ഇതിൻ്റെ വാലിഡിറ്റീനെ പറ്റിയിട്ട് കൺഫ്യൂഷൻസ് പറയാറുണ്ട്. ചില ആൾക്കാർ പറയും ഒരു പ്രാവശ്യം എഴുതി എനിക്ക് ഇനി അത് എഴുതാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട്. ആക്ച്വലി ലൈക്ക് ഹൂ കണ്ടക്ട് ദിസ് എക്സാം? എന്താണ് ഇതിൻ്റെ ഒരു? ഇപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസൻറ്റ് അസസ്മെൻറ്റ്സ് ആണ്. ശരിക്കും ഇതിൻ്റെ അകത്ത് 3 കമ്പനികളുണ്ട്. കേംബ്രിഡ്ജ് ഒരു കമ്പനി, പിന്നെ IDP ഓസ്ട്രേലിയ ആൻഡ് ബ്രിട്ടീഷ് കൗൺസിൽ. ഈ 3 കമ്പനികൾ അവർ പാർട്ട്ണർ ചെയ്തിട്ടാണ് IELTS ഓൾ ഓവർ ദ വേൾഡ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ IELTS ഒരുപാട് രാജ്യങ്ങളിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത് നോൺ നേറ്റീവ് സ്പീക്കേഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിനല്ല, ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് എത്ര ഫ്ലുവൻസി ഉണ്ടെന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ് IELTS കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ഗവൺമെൻറ് ബോഡീസും യൂണിവേഴ്സിറ്റീസും ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. IELTS വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അതായത് ഒരാളുടെ ലാംഗ്വേജ് ഫ്ലുവൻസി അത്യാവശ്യം നല്ലൊരു രീതിയിൽ നല്ലൊരു ആക്യുറസിയോടെ അളക്കാൻ പറ്റും എന്ന് ഉള്ളൊരു ട്രസ്റ്റ് IELTSന് ഉണ്ട്. ഇപ്പം ഈ 3 കമ്പനികളുടെ കാര്യം പറയുകയാണെങ്കിൽ IDP ഓസ്ട്രേലിയയും ബ്രിട്ടീഷ് കൗൺസിലും ഡെലിവറി പാർട്ട്നേഴ്സാണ്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ടെസ്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതൊന്നില്ലെങ്കിൽ IDP അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൗൺസിൽ ത്രൂ ആയിരിക്കും ബുക്ക് ചെയ്യുക. പിന്നെ ടെസ്റ്റ് സെൻറ്റർ അവരായിരിക്കും മാനേജ് ചെയ്യുക. അതായത് ടെസ്റ്റിൻ്റെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും സ്റ്റാഫൊക്കെ അവരുടെ പേരോളിലായിരിക്കും. പിന്നെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുന്നതും അവർ തന്നെ ആയിരിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പക്ഷേ ഇവർ സെറ്റ് ചെയ്യില്ല. ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ്, യൂണിവേഴ്സിറ്റി പ്രസ്. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലായിടത്തും യൂണിഫോം ആയിരിക്കും. അപ്പം IDP ടെസ്റ്റ് സെൻറ്ററിൽ എഴുതിയാലും ബ്രിട്ടീഷ് കൗൺസിൽ ടെസ്റ്റ് സെൻറ്ററിൽ എഴുതിയാലും ഏത് ടെസ്റ്റ് സെൻറ്ററിൽ എഴുതിയാലും നമുക്ക് ഒരു സെയിം എക്സ്പീരിയൻസ്, സെയിം ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിലാണ് അവർ ഇത് കണ്ടക്ട് ചെയ്യുക. പിന്നെ വാലിഡിറ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇത് 2 years വാലിഡ് ആണ്. ഈ സ്കോർ, അതായത് നമ്മുടെ ലാംഗ്വേജ് ഫ്ലുവൻസി ആണല്ലോ. അപ്പോൾ 2 വർഷം കൊണ്ട് ഒരാളുടെ ലാംഗ്വേജ് ഫ്ലുവൻസി ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാമായിരിക്കാം, ഉള്ളത് പോവില്ല. സോ 2 yearsഓളം ഇത് വാലിഡ് ആണ്. നമുക്ക് ആ ടെസ്റ്റ് റിസൾട്ട് യൂസ് ചെയ്യാം. പിന്നെ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ടെസ്റ്റ് എഴുതാം. ഇതിനൊരു കൂളിംഗ് ഓഫ് പീരീഡ് ഒന്നുമില്ല. അതായത് ഇപ്പം ഞാൻ ഇന്നൊരു ടെസ്റ്റ് എഴുതി, എനിക്ക് വേണമെങ്കിൽ നാളെയും പോയിട്ട് ഒരു ടെസ്റ്റ് എഴുതാം. സ്റ്റുഡൻസിന് എപ്പോഴുള്ളൊരു കൺഫ്യൂഷനാണ് ഈ IELTS എക്സാം ശരിക്കും പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് പോകണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് പോകണോ എന്നുള്ളത്. എന്താണ് ശരിക്കും ഇത് തമ്മിലുള്ള ഡിഫറൻസ്? ലൈക്ക് എങ്ങനെ നമുക്കൊരാളെ ആ ഒരു കാര്യത്തിൽ എങ്ങനെ ഗൈഡ് ചെയ്യാൻ പറ്റും? ശരിയാണ്. ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് എഴുതണോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതണോ. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് അവർക്ക് എവിടെ മാർക്ക് കൂടുതൽ കിട്ടാം എന്നാണ് അവർ ആലോചിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് എഴുതിയാലും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതിയാലും നമ്മളുടെ ലാംഗ്വേജ് ഫ്ലുവൻസിക്ക് അനുസരിച്ചുള്ള മാർക്കേ നമുക്ക് കിട്ടുള്ളൂ. അത് മാർക്ക് അതിനെ ഒന്നും എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല, അതിനൊരു എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പം സോ ബേസിക്കലി ഒരാൾ ചൂസ് ചെയ്യേണ്ടത് അയാളുടെ കംഫർട്ടും കൺവീനിയൻസും നോക്കിയിട്ടാണ്. ഇപ്പോൾ പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു ട്രഡീഷണൽ എക്സാംസും നമ്മൾ ഇപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ എഴുതിരുന്ന പരീക്ഷകൾ പോലെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ ഷീറ്റ്സും പെൻസിൽസൊക്കെ യൂസ് ചെയ്തിട്ട് എഴുതുന്ന ഒരു പരീക്ഷയായിരിക്കും. അതിന് അതിൻ്റേതായ ഒരു കംഫർട്ട് ഉണ്ട്. ഓക്കെ,
ആൻഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ നമ്മുടെ മീഡിയം കമ്പ്യൂട്ടർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ സ്ക്രീനിലായിരിക്കും ക്വസ്റ്റ്യൻസ് വായിക്കുന്നത്, കീബോർഡ് വെച്ച് ടൈപ്പ് ചെയ്യുന്നു, മൗസ് വെച്ച് സെലക്ട് ചെയ്യുന്നു ചില ആൻസേഴ്സൊക്കെ. അപ്പം ഇതിന് രണ്ടിനും അതിൻ്റേതായ പ്ലസസും മൈനസും ഉണ്ട്. ഇപ്പം പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ പേപ്പർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലിസ്ണിംഗ് ആൻഡ് റീഡിങ് മോഡ്യൂൾസിൽ വരുമ്പോഴാണ്. ലിസ്ണിംഗ് ആൻഡ് റീഡിങ് മോഡ്യൂൾസിൽ നമുക്ക് നമ്മളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, നമ്മുടെ കയ്യിൽ പെൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ എന്തെങ്കിലും പറയുകയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യാം. ട്രഡീഷണൽ സെൻസിൽ നമുക്ക് മാർക്ക് ചെയ്ത് പോവാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുകയൊക്കെ ചെയ്യാം. സോ അത് വളരെ ഒരു കംഫർട്ട് തരുന്ന ഒരു കാര്യമാണ്. പക്ഷേ പേപ്പർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ സാധാരണ ആൾക്കാർ റൈറ്റിംഗ് മോഡ്യൂൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും തിരുത്തിയൊക്കെ എഴുതേണ്ടി വരുമല്ലോ. ഇപ്പോൾ എസ്സേ എഴുതി, സ്വാഭാവികമാണ് നമ്മൾ തെറ്റ് വരുത്തും എന്നുള്ളത്. അപ്പോൾ തെറ്റ് വന്നാൽ അത് തിരുത്താനുള്ള ഒരു മടി ഉണ്ടാകും. കാരണം തിരുത്തി വെട്ടി എഴുതുമ്പോൾ ചിലപ്പോൾ അത് നീറ്റ് ആയിരിക്കില്ല കാണാൻ. അപ്പം ആൾക്കാർ അങ്ങനെ വെറി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പൊതുവേ വെറി ചെയ്യേണ്ട ഒരു കാര്യമാണോ? അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തിരുത്തുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് ലെജിബിൾ ആയിരിക്കണം, എക്സാമിനറിന് വായിക്കാൻ പറ്റണം. അപ്പോൾ നമുക്ക് തിരുത്തി എഴുതാം, മായ്ച്ച് എഴുതാം, പക്ഷേ അത് ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ മാത്രമല്ല ആൾക്കാർ പൊതുവേ മടിക്കും അങ്ങനെ വെട്ടിയൊക്കെ എഴുതാനായിട്ട്. അപ്പോൾ ഒരുപാട് എഡിറ്റിംഗ് വർക്ക് റൈറ്റിങ്ങിൽ വരില്ല. പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കലി ഞാൻ പറയുകയാണ്, ആൾക്കാർ അങ്ങനെ ചെയ്യാറില്ല, ഒരുപാട് എഡിറ്റ് ചെയ്യാറില്ല. പക്ഷേ അതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നമുക്ക് റൈറ്റിംഗ് മോഡ്യൂൾ എഡിറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം കട്ട് കോപ്പി പേസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. അപ്പോൾ അത് കമ്പ്യൂട്ടർ ബേസ്ഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുമ്പോൾ ഇതേപോലെ ലിസ്ണിംഗ് ആൻഡ് റീഡിംഗ് മോഡ്യൂൾ വരുമ്പോൾ നമ്മുടെ കംഫർട്ട് ലെവൽ ഇത്തിരി കുറവാണ്. അപ്പോൾ എസ്പെഷ്യലി ലിസ്ണിംഗ് മോഡ്യൂളിൽ ഇപ്പോൾ നമ്മൾ കേട്ടു, ക്വസ്റ്റ്യൻ വായിച്ചു, നമുക്ക് ടൈപ്പ് ചെയ്യാനും കൂടെ വേണം. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ആൻസേഴ്സ് പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റനിൽ നിന്ന് അടുത്ത ക്വസ്റ്റനിലേക്ക് ചിലപ്പോൾ അത് മൗസ് വെച്ച് സെലക്ട് ചെയ്യാനും അടുത്ത ഒരു ടാബിലേക്ക് മാറാനും ഒക്കെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ട്, കൺഫ്യൂസ്ഡ് ആയിട്ട് മാർക്സ് പോകുന്ന ആൾക്കാരും ഉണ്ട് ലിസ്ണിംഗ് മോഡ്യൂൾ. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ ദെൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നല്ലതായിരിക്കും. എന്നാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അത്ര അറിയില്ല, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് ഓപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ ഒരു വേറെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് നമുക്കൊരു 2 ഡേയ്സിനുള്ളിൽ കിട്ടും. പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് നമുക്കൊരു 13 ഡേയ്സോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് കുറച്ച് അർജന്റ് ബേസിസിൽ വേണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ഗോ ഫോർ ദ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കണം. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് കൺഫ്യൂസിംഗ് പ്രൊഫഷണൽസിനൊക്കെ അതായിരിക്കും കുറച്ചും കൂടെ ഹെൽപ്ഫുൾ അല്ലേ? കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടെ കൺവീനിയൻറ്റ്. ആൻഡ് ഓൾസോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഡേറ്റ്സ് കുറച്ച് കൂടുതലാണ്. അതായത് ഒരുവിധം ഒരു 26-27 ഡേയ്സ് ഒരു മന്തിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വേറെ പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് മാസം ഒരു 2-3-4 ടൈംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുള്ളൂ. സോ പേപ്പർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഫ്രീക്വൻസി കുറവാണ്. അപ്പോൾ പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് എഴുതുന്ന ഒരാൾ ഒരു 2-3 വീക്സ് മുന്നേ തന്നെ നന്നായിട്ട് പ്ലാൻ ചെയ്യേണ്ടി വരും. പ്രിപ്പയർ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് പ്രിപ്പറേഷൻ നടക്കേണ്ടതുണ്ടായിരിക്കും. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഡേറ്റ് എങ്ങനെയാണ്, റിസൾട്ട് എപ്പോൾ വരണം, അതൊക്കെ അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടി വരും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ നമുക്കിപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതണമെങ്കിലും നോട്ട് സ്പോണ്ടേനിയസ് പ്രിപ്പറേഷൻ വേണം ഡെഫിനറ്റ്ലി. പക്ഷേ എന്നാലും ഒരു ഷോർട്ട് നോട്ടീസിൽ നമുക്ക് ഒരു അർജൻറ്റായിട്ട് ടെസ്റ്റ് റിസൾട്ട് വേണമെങ്കിലും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഇസ് എൻ ഓപ്ഷൻ, ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ ഇൻ ദാറ്റ് കേസ്. അപ്പം നമ്മൾ തുടക്കത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് എപ്പോഴും 2-3 മാസം ഐഎൽസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു. ഇത് ശരിക്കും റിക്വയർഡ് ആണോ? എന്താണ് അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്? ഓക്കെ, ഇത്രയും കൂടുതൽ എഫേർട്ട് ആവശ്യമില്ല. ഇപ്പം നമുക്ക് വർക്കിംഗ് ആയിട്ടുള്ള ആളാണെങ്കിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ പഠിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ഈ IELTS പ്രിപ്പറേഷനും കൂടെ കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് മോഡ്യൂൾസ് നോക്കുകയാണെങ്കിൽ ലിസ്ണിംഗ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്. അപ്പോൾ ലിസ്ണിങ്ങിലും റീഡിങ്ങിലും നമുക്ക് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ കുറേയൊക്കെ നമ്മൾ തന്നെ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ലിസ്ണിംഗ് ആണെങ്കിൽ നമ്മൾ മൂവീസ് കാണുക, പോഡ്കാസ്റ്റ് കേൾക്കുക, ഡോക്യുമെൻ്ററീസ് കാണുക, ഓഡിയോ ബുക്സ് കേൾക്കുക, ഇതൊക്കെ ചെയ്യുക. ഇപ്പം റീഡിംഗ് ആണെങ്കിൽ എല്ലാ ദിവസവും ബുക്സ് വായിക്കുക, പിന്നെ അറിയാത്ത വേർഡ്സിൻ്റെ മീനിങ് നോക്കുക. അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. അതിന് നമുക്ക് ആക്ച്വലി വേറൊരാളുടെ ഹെൽപ്പ് വേണ്ട. ഈ സ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് സ്വയം കുറച്ച് പ്രയത്നിക്കേണ്ടതുണ്ട്.
പിന്നെ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം. ആ സ്ട്രക്ചറിലൊക്കെ എഴുതി വരാനായിട്ടുള്ളൊരു പ്രാക്ടീസ് എന്തായാലും ഡെഫിനറ്റ്ലി വേണം. സ്പീക്കിങ്ങും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ അതിനും നമുക്കൊരു മെൻറ്റർ എന്തായാലും റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ അപ്പം ഇപ്പോൾ അതാണ് ഒരു മെൻറ്ററിൻ്റെ ഒരു റോൾ അവിടെ വരുന്നത്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ രണ്ട് മോഡ്യൂൾസിൽ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിങ്ങിലാണ് നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അല്ലേ? ഡെഫിനറ്റ്ലി റൈറ്റിംഗ് ആൻഡ് സ്പീക്കിങ്ങിലാണ് നമുക്ക് ശരിക്കും ഒരു ഡിഫറൻസ് ഒരു മെൻറ്ററിന് ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ ലിസ്ണിങ്ങിലും റീഡിങ്ങിലും യെസ് മെൻറ്ററിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഇവരുടെ മെത്തഡോളജി തെറ്റാണ്, ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യുന്ന രീതി തെറ്റാണെങ്കിൽ അതൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ അവരുടെ മെത്തഡോളജി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവർ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലും നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഓക്കെ സോ ഇപ്പോൾ പറഞ്ഞില്ലേ, ശ്യാം പറഞ്ഞില്ലേ, ഒരുപാട് പ്രാവശ്യം IELTS റിപ്പീറ്റഡ് ആയിട്ട് എഴുതുന്ന അങ്ങനത്തെ കുറേ കേസുകൾ ഞാനും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. സോ ഷീ വാസ് ഫ്രം തമിഴ്നാടു. ഷീ വാസ് എ ഡോക്ടർ. ഓക്കെ സോ ഷീ വാണ്ടഡ് ടു ഗെറ്റ് Band 7 ഇൻ റൈറ്റിംഗ്. ഓക്കെ സ്പെസിഫിക്കലി ഇൻ റൈറ്റിംഗ്. ബാക്കി എല്ലാത്തിനും ആൾക്ക് നല്ല ബാൻഡ്സ് ഉണ്ടായിരുന്നു. ഓക്കെ റൈറ്റിംഗിൽ 6.5 സ്റ്റക്ക് ആയിരുന്നു. ആൻഡ് സിൻസ് ഷി വാസ് എ ഡോക്ടർ ഷീ ഹാഡ് ദാറ്റ് റിക്വയർമെന്റ്. ആൾക്ക് 7 വേണമായിരുന്നു റൈറ്റിംഗിൽ. ഓക്കെ സോ ഷീ കെയിം ടു മീ സെയിങ് ദാറ്റ് ഓക്കെ ഐ നീഡ് Band 7. ഐ സെഡ് യാ വിൽ ലുക്ക്. അപ്പോൾ ഞാൻ ആളുടെ റൈറ്റിംഗ് അസസ് ചെയ്തപ്പോൾ ആൾക്ക് ഡെഫിനറ്റ്ലി 7 കിട്ടാനുള്ള ലാംഗ്വേജ് സ്കിൽസ് ഉണ്ട്. ആൻഡ് ഷി വാസ് നോട്ട് ഗെറ്റിംഗ് 7 ഹവെവർ. ഓക്കെ സോ ദെൻ വി ചേഞ്ച്ഡ്. ആ സ്ട്രക്ചറിങ് ചേഞ്ച് ചെയ്തു, റൈറ്റിംഗ് ചെയ്യുന്ന ഒരു രീതി ചേഞ്ച് ചെയ്തു, ഇവാലുവേഷൻ ക്രൈറ്റീരിയ നന്നായിട്ട് മനസ്സിലാക്കി കൊടുത്തു. ഓക്കെ യുനോ സോ ദെൻ വി സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺ Band 7 ആൻഡ് പ്രിപ്പയറിംഗ് ദാറ്റ് വേ. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് അറ്റംപ്റ്റ് ഷീ ഗോട്ട് Band 7. ഓക്കെ സോ അത് ശരിക്കും ഒരു കസ്റ്റമൈസ്ഡ് അപ്രോച്ച് ആണ് അല്ലേ? Yeah. ആ സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട് മാത്രം. സോ വി ആർ പ്രൊവൈഡിങ് ദാറ്റ് ആസ് വെൽ. നമുക്കൊരു ബാൻഡ് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് തന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഓൾറെഡി അത്രയും ഒരു ലാംഗ്വേജ് ഫ്ലുവൻസി ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ബാൻഡ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഇപ്പോൾ പലർക്കും പലരുടെ കേസിലും ലാംഗ്വേജ് ഫ്ലുവൻസി ഉണ്ടാവും, പക്ഷെ അവർക്ക് ബാൻഡ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കുറേ സിനാരിയോസാണ് ഓക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ചില പ്രിപ്പറേഷൻ്റെ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവാലുവേഷൻ ക്രൈറ്റീരിയ മനസ്സിലാവുന്നില്ല, സ്ട്രാറ്റജി വൈസ് ഉള്ള പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കാം ഓക്കെ കൂടുതലും. മോനെ നീ എവിടെയും പോകുന്നില്ലേ എന്നൊരു ചോദ്യം, പണ്ട് ജോലി കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നവരെ നീ പുറത്തേക്കൊന്നും പോകുന്നില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. We've helped a lot of people achieve their desired bands in the first attempt. അധികം ആൾക്കാരും IELTS എഴുതി കഴിഞ്ഞിട്ടാണ് ഏത് കൺട്രി വേണമെന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇറ്റ് ഷുഡ് ബി ദ അതർ വേ അറൗണ്ട്. Anyways, a person who is planning to go abroad, they should be very sure about ഏത് എക്സാം ആണ്, എന്താണ് റിക്വയർമെൻ്റ് എന്ന് അവർ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ഓക്കെ എക്സാം തിരഞ്ഞെടുക്കാനോ അതിന് പ്രിപ്പയർ ചെയ്യാനോ.